പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണല്ലോ രോമ വളർച്ച. അതിപ്പം ഫേസിലാണെങ്കിലും കൈകളിലാണെങ്കിലും അത് നിങ്ങൾക്ക് പിഴുതു മാറ്റണോ? കൂട്ടുകാരെ വാ, ഒരു അടിപൊളി സംഭവം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. ആദ്യമേ തന്നെ നമുക്കൊരു പാത്രം വേണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കടലമാവിൻ്റെ പൊടിയുണ്ടല്ലോ, അതെന്തായാലും വീട്ടിൽ കാണും, അതെടുക്കണം. അത് 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറി വെക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടിയാണ് വേണ്ടത്. അതും 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ഈ മഞ്ഞപ്പൊടിയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോമ വളർച്ച ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് മഞ്ഞപ്പൊടിയിൽ നിന്ന്. പിന്നെ നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റാൻ നമ്മുടെ മഞ്ഞപ്പൊടിയിൽ നിന്ന് സാധിക്കും. അരമുറി നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കേണ്ടതാണ്. അതിനുശേഷം ഈ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ആ ഒരു പുളിയില്ലാത്ത തൈര് ചേർത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ നല്ല തേൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി അങ്ങ് മിക്സാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് മാറും. ഇനി നിങ്ങൾക്ക് ഫേസിലിടാം, നിങ്ങൾക്ക് കൈകളിലിടാം, എവിടേക്കാണോ നിങ്ങളുടെ രോമം ഉള്ളത് അവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ രോമം പിഴുതു പോകും. ഇത് ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതാണ്. പിന്നീട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടതിന് ശേഷം റിമൂവ് ചെയ്തിട്ട് എനിക്ക് പിന്നീട് വന്നില്ല. ഞാനിത് ഇട്ട് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം വെച്ചു. അപ്പം വലിച്ചിട്ട് വന്നപ്പോഴാണ് റിമൂവ് ചെയ്തത്. ഇത് കണ്ടോ, രോമം പോയത് കണ്ടോ? ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ, നല്ല പോലെ മാറ്റം കിട്ടും. പിന്നെ ഇത് നിങ്ങൾക്ക് ഇപ്പം ചില ആൾക്കാർക്ക് പെട്ടെന്ന് രോമം വരും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് വന്നില്ല, നിങ്ങൾക്ക് ചിലപ്പം വരുമായിരിക്കും. എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയാൻ കൂടി മറക്കല്ലേ.